ഹലോ ഡിയേഴ്സ്, അനിറ്റ മിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മൾ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൂടിയുള്ളൂ അല്ലേ നമ്മുടെ USS എക്സാമിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാലം പഠിച്ച കാര്യങ്ങളൊക്കെ ഇനി റീകോൾ ചെയ്തെടുക്കേണ്ട ഒരു സമയമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, കിട്ടുന്നിടത്തോളം മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് വേണം നമുക്കിനി മുന്നോട്ടേക്കുള്ള എല്ലാ ദിവസവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെയാണ് മിസ് വന്നിരിക്കുന്നത്. കാരണം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിസ്സിന് അറിയാം, കാരണം ഓൾറെഡി നമ്മളിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾക്ക് സിമ്പിളായിട്ട് ഉത്തരം പറയാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് സാൾട്ട് ഫ്രം സാൾട്ട് സൊല്യൂഷൻ? ഉപ്പ് വെള്ളത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കുന്ന പ്രക്രിയന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഉപ്പ് വേർതിരിക്കുന്ന പ്രക്രിയന്റെ പേര്. നമുക്കറിയാം, നോർമലി ഒരു സാൾട്ട് സൊല്യൂഷൻ നമുക്ക് തന്നു. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ആ സാൾട്ട് സൊല്യൂഷൻ ചൂടാക്കുന്ന സമയത്ത് ആ സാൾട്ട് സൊല്യൂഷനിലെ വാട്ടർ വേപ്പറൊക്കെ എന്താണ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതായിട്ടും ബാക്കി റിമൈനിങ് ആയിട്ട് ആ ഒരു സാൾട്ട് അവിടെ അടിഞ്ഞുകൂടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചുരുക്കി പറയുവാണെങ്കിൽ ഈ ഒരു ചിത്രം മക്കളുടെ മനസ്സിലേക്ക് വന്നാൽ മതി. ഇവിടെ ഇതാണ്ട് ഒരു ബീക്കർ തന്നിട്ടുണ്ട്. ആ ബീക്കറിൽ എന്താ ഉള്ളത്? നമ്മുടെ സാൾട്ടും വാട്ടറും അടങ്ങിയ നമ്മുടെ സാൾട്ട് സൊല്യൂഷൻ ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ ഒരു ചെറുതായിട്ട് നമ്മളൊരു ചെറിയ ഫയർ കൊടുക്കുവാണ് അല്ലേ, നമ്മൾ ആ ഒരു വെള്ളം എന്ത് ചെയ്യുവാണ്? ചൂടാക്കുവാണ്. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വാട്ടർ വേപ്പർ എന്താണ് ഇങ്ങനെ മുകളിലേക്ക് പോകും. അതായത് നീരാവിയായിട്ട് വെള്ളത്തുള്ളികളെല്ലാം പോകുന്നു. അതിൻ്റെ കൂടെ തന്നെ ബാക്കി റിമൈനിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? സാൾട്ട് കിട്ടുന്നു. ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതായിരിക്കും? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഊറ്റലുണ്ട്, പിന്നെ ഇതാ ഫിൽറ്ററിങ് അരിക്കലുണ്ട്, ഇവാപ്പറേഷൻ ബാഷ്പീകരണമുണ്ട്, വാഷിംഗ് കഴുകലുണ്ട്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സി ആണ്, ഇവാപ്പറേഷൻ. ഇനി അടുത്ത ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം തന്നിരിക്കുന്ന ജോഡികൾ ഏതൊക്കെയാണ്. കോൺകേവ് ലെൻസ്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആവർത്തന പ്രതിപതനം. ശരിയാണോ? കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ ആവർത്തന പ്രതിപതനം നമുക്ക് നൽകുന്നുണ്ടോ? ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? നമ്മുടെ പ്ലെയിൻ മിററുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് സമതല ദർപ്പണവുമായിട്ട് റിലേറ്റഡ് ആണ് നമ്മുടെ ആവർത്തന പ്രതിപതനം എന്ന് പറയുന്നത്. നമ്മുടെ കാലിഡോസ്കോപ്പ് അതുപോലെ തന്നെ പെരിസ്കോപ്പിലൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ആവർത്തന പ്രതിപതനം എന്ന് പറയുന്നതിന്റെ ആ ഒരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് എന്താണേലും തെറ്റാണ്. ഇനി അടുത്തത് ഇതാണ്: കോൺവെക്സ് ലെൻസ്, മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതും. ലെൻസ് വിത്ത് തിക്ക് സെന്റർ പോർഷൻ ആൻഡ് തിൻ എഡ്ജ്. പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ആലോചിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാണ്? ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ. ഈ കോൺവെക്സ് ലെൻസ് നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ സെൻറ്റർ പോർഷനിൽ എന്താണ് കട്ടി കൂടുതലാണ്, അതുപോലെ തന്നെ എഡ്ജ് പോർഷനിൽ എന്താണ് കട്ടി കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിയാണ്. ഇനി അടുത്തത് ഇതാണ്: കോൺവെക്സ് ദർപ്പണം, മിറർ യൂസ്ഡ് ഇൻ വെഹിക്കിൾ. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു. ശരിയാണോ? വാഹനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ റിയർ വ്യൂ മിററായിട്ട് നമ്മൾ എന്താണ് ഈ വാഹനങ്ങളിലെ സൈഡിൽ നമ്മൾ എന്താണ് ഈ ബാക്ക് സൈഡിൽ നിന്നൊക്കെ ഈ വാഹനങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ റിയർ വ്യൂ മിററായിട്ട് നമ്മൾ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും എന്താണ് ശരിയാണ്. ഇനി അടുത്തത് എന്താണ്? കോൺകേവ് ദർപ്പണം. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ ഫോം എൻലാർജ്ഡ് ഇമേജ്, വലിയ പ്രതിബിംബം ഉണ്ടാക്കുന്നു. അതും എന്താണ് കറക്റ്റ് ആണ്. നമുക്കറിയാം നമ്മുടെ ഷേവിംഗ് മിററിലും അതുപോലെ തന്നെ നമ്മുടെ ടോർച്ചിലെ റിഫ്ലക്ടറിലൊക്കെ എന്താണ് ഈ കോൺകേവ് മിറർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ 3 എണ്ണം എന്താണ് ശരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 എണ്ണം ബബിൾ ചെയ്യാനൊന്നും ഒരുമിച്ച് തരത്തില്ല, ഒരെണ്ണമേ നമുക്ക് ബബിൾ ചെയ്യാൻ തരത്തുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ മക്കളോട് തന്നിരിക്കുന്നതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത് എന്നായിരിക്കും ചിലപ്പം ചോദിക്കുക. കാരണം എന്താണ് ഇവിടെ തെറ്റായിട്ട് ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും? ബബിൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മക്കൾ നോക്കിയിട്ട് ഇതിൽ ഏതൊക്കെയാണ് കാര്യങ്ങൾ ശരിയാണ് ഏതൊക്കെയാണ് തെറ്റ് എന്ന് കൂട്ടുകാർ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്. അപ്പൊ ഇത് കോൺവെക്സ് ലെൻസ്, അതുപോലെ തന്നെ നമ്മുടെ കോൺകേവ് ലെൻസ്. ഇത് കൂട്ടുകാർ ഓർത്തിരിക്കുക. ഈ ഒരു ചിത്രം തന്നതുകൊണ്ട് തന്നെ മിസ് ഒരു കാര്യം കൂടി മക്കളോട് ഓർമ്മിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ ലെൻസിലേക്ക് ഒരു 2 ലൈറ്റ് റേസ് വന്ന് വരുവാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു? ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അതായത് നമ്മുടെ കൺവേർജിങ് ആ ഒരു പ്രോപ്പർട്ടിയാണ് ആർക്കുള്ളത്? നമ്മുടെ കോൺവെക്സ് ലെൻസിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇതാണ്ട് കോൺകേവ് നമ്മൾ ലെൻസ് എടുത്തു. ഇത് രണ്ടും എന്താണ് ചെയ്യുന്നത്? ഡൈവേർജ് ചെയ്ത് പോവുകയാണ്. അതായത് ഒരു പോയിന്റിൽ നിന്നും അകന്നകന്ന് പോവുകയാണ്, എവിടെയും കൂട്ടുമുട്ടുന്നില്ല. ഇത് കൂട്ടുകാർ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ആ ഒരു എഡ്ജ് മക്കൾ ശ്രദ്ധിച്ചാൽ മതി. കോൺവെക്സിന്റെ ഏതാണ് എഡ്ജ് എന്ന് പറഞ്ഞാൽ കൂർത്ത ഭാഗമാണ്, ഒരു പോയിന്റിലേക്ക് സെന്റർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇനി കോൺകേവ് എന്ന് പറഞ്ഞാൽ അകത്തി
കടത്തി വിടുവാണ്. അതൊക്കെ നിങ്ങൾ ആ ഒരു ചെറിയ ഹിൻ്റൊക്കെ വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ലെൻസ് ഈസ് യൂസ്ഡ് മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ ആൻഡ് പ്രൊജക്ടർ? ഈ പറയുന്ന 3 എണ്ണത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ചോദ്യം വരുമ്പോഴും അത് ലെൻസിനെ പറ്റിയാണോ അത് മിററിനെ പറ്റിയാണോ എന്ന് മക്കൾ ആദ്യം ആലോചിക്കണം. ഏതൊക്കെയാണ് ഓപ്ഷൻ? കോൺകേവ് ലെൻസ് ഉണ്ട്, കോൺവെക്സ് ഉണ്ട്, രണ്ടും ഉണ്ട്. ബോത്ത് കോൺകേവ് ആൻഡ് കോൺവെക്സ് ലെൻസ് ഉണ്ട്, പ്ലെയിൻ മിറർ ഉണ്ട്. ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം, ദ ഫിനോമിന ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻടു ഇറ്റ്സ് കമ്പോണന്റ് കളേഴ്സ് ഈസ് കോൾഡ്. അതായത് പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരെന്തൊക്കെയാണ്? റിഫ്രാക്ഷൻ അപവർത്തനം, ലാറ്ററൽ ഇൻവേർഷൻ പാർശ്വിക വിപരീയം, ഡിസ്പേർഷൻ പ്രകീർണനം, റിഫ്ലക്ഷൻ പ്രതിപതനം. അപ്പോൾ ഈ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 4 എന്താണ്? ലൈറ്റിന്റെ ഒരു പ്രത്യേകതകളാണ്. അപ്പോൾ ആദ്യം നമുക്കറിയാം റിഫ്രാക്ഷൻ. നമുക്കറിയാം റിഫ്രാക്ഷൻ മക്കൾ നോക്കുന്ന സമയം അവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന മീഡിയം, മാധ്യമം എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? 2 മീഡിയം നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിലൂടെ വരുന്ന പ്രകാശപാതയ്ക്ക് എന്താണ്? ഒരു ബെൻഡിങ് സംഭവിക്കുന്നുണ്ട്. ഈ 2 പോയിന്റ് കൂട്ടുകാരെ ഈ പറയുന്ന റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? 2 മീഡിയം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ലൈറ്റിന്റെ പാത്തിന് എന്താണ്? ബെൻഡിങ് സംഭവിക്കുന്നുണ്ട്. ഇനി ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ മക്കൾ ആംബുലൻസ് മാത്രം ആലോചിച്ചാൽ മതി. ആംബുലൻസിൽ എന്താണ്? ഇടം വലം തിരിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു മിററിൽ നമുക്ക് അതിന്റെ ചിത്രം കിട്ടുന്നത്. മിററിന്റെ മുന്നിൽ നമ്മൾ ഇടതു കൈ പൊക്കിയാൽ നമുക്ക് കാണുന്നത് എങ്ങനെയാണ്? വലതു കൈ പൊക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനെയാണ് നമ്മൾ എന്താണ്? ലാറ്ററൽ ഇൻവേർഷൻ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെയുള്ളതാണ് നമ്മുടെ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അതെന്താണ് മക്കൾ ഓർത്തിരിക്കാൻ വേണ്ടി പ്രിസം ആലോചിച്ചാൽ മതി. പ്രിസത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വൈറ്റ് ലൈറ്റ് ഇങ്ങനെ കടത്തിവിടുന്ന സമയത്ത് വൈറ്റ് ലൈറ്റ് നമ്മൾ കടത്തിവിടുന്ന സമയത്ത് നമുക്ക് എന്താണ്? 7 ഡിഫറെന്റ് കളറായിട്ട് നമുക്ക് 7 ഡിഫറെന്റ് കോമ്പണന്റ് കളറായിട്ട് നമുക്ക് എന്താണ്? അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്പ്ലിറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. സ്പ്ലിറ്റിംഗ് ഓഫ് കളർ ആണ് അവിടെ നടക്കുന്നത്. അത് തന്നെയായിരുന്നു നമ്മുടെ ചോദ്യവും. അതുകൊണ്ട് സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പിന്നെ ഉള്ളത് എന്താണ്? റിഫ്ലക്ഷൻ എന്ന് പറയുന്നതാണ്. പ്രതിപതനമാണ്. പ്രതിപതനം എന്ന് പറഞ്ഞാൽ ഒരു സർഫസ് എടുക്കുക, ആ സർഫസിൽ ഇതാ ഒരു പോയിന്റ് എടുക്കുക. ആ പോയിന്റ് ആണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻസിഡന്റ് അല്ലെങ്കിൽ പതന ബിന്ദു എന്ന് പറയുന്നത്. ആ പോയിന്റിലേക്ക് ഒരു ലൈറ്റ് വന്ന് തട്ടുന്നു. ആ ഒരു പോയിന്റിൽ ലൈറ്റ് വന്ന് തട്ടിയാൽ എന്ത് സംഭവിക്കുന്നു? ആ ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു പോകുന്നു. അതിനെയാണ് അല്ലെങ്കിൽ റിട്ടേൺ ബാക്ക്, ബൗൺസ് ബാക്ക് എന്നൊക്കെ നമ്മൾ പറയും. അതാണ് നമ്മുടെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ഡാഷ് ക്യാൻ ലിബറേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് വെൻ ഇറ്റ് റിയാക്ട് വിത്ത് ആസിഡ്. ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡാഷ് പ്ലസ് ആസിഡ് എന്ത് കിട്ടുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ലടാ, നമുക്ക് സാൾട്ട് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ വാട്ടർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതൊരു റിയാക്ഷൻ ആണ്. ഇതിൽ ഈ കൊടുത്തിരിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, കാൽസ്യം ഓക്സൈഡ്, നൺ ഓഫ് ദിസ്. എല്ലാം കാൽസ്യത്തിന്റെ വിവിധ വകഭേദങ്ങളാണ്. ഒന്ന് കാർബണേറ്റ്, ഒന്ന് ക്ലോറൈഡ്, ഒന്ന് ഓക്സൈഡ്, ഒന്ന് നൺ ഓഫ് ദിസ്. ഏതാണ് ഇതിൻ്റെ ആൻസർ? ആൻസർ എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് ആണ്. അതായത് ഇവിടെ നിങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടത് മെറ്റൽ കാർബണേറ്റ് ആണ്. ഏതെങ്കിലും ഒരു മെറ്റലിന്റെ കാർബണേറ്റും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നത്. അത് തീ കെടുത്താൻ സഹായിക്കുന്നതാണ്. അത് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഇത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, മക്കൾ നോക്കി എഴുതാം. മെറ്റൽ കാർബണേറ്റ് ആസിഡുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ സാൾട്ട്, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റിങ്ക്യൂഷസ് ഫയർ, അതായത് തീ കെടുത്തുന്ന വാതകമാണ്. ഇനി അടുത്തത് AO ആൻഡ് OB ആർ റെസ്പെക്റ്റീവ്ലി. അതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ AO എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ OB എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം. ഈ ഒരു ആരോ മാർക്ക് മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. ആരോ മാർക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെന്താണ്? AO എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസിഡന്റ് റേ ആണ്. ഇതെന്താണ്? ഇൻസിഡന്റ് റേ ആണ്, അല്ലെങ്കിൽ പതന കിരണം, പതന രശ്മി എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ O എന്ന് പറയുന്നതാണ് ഇവിടെ പോയിന്റ് ഓഫ് ഇൻസിഡന്റ് അല്ലെങ്കിൽ പതന ബിന്ദു. അവിടെ വന്ന് തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രതിപതന രശ്മി അല്ലെങ്കിൽ പ്രതിപതന കിരണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. റിഫ്ലക്റ്റഡ് റേ, ഇൻസിഡന്റ് റേ, പിന്നെ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, ഇൻസിഡന്റ് റേ, നോർമൽ റേ. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ബി ആണ്. ഇവിടെ തന്നിരിക്കുന്ന നോർമൽ റേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? OC എന്ന് പറയുന്നതാണ് ഇവിടെയുള്ള നോർമൽ റേ. അത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇത് മക്കൾ ഓർത്തിരിക്കുക. എന്താണ് നോർമൽ, എന്താണ് ഇൻസിഡന്റ്, എന്താണ് റിഫ്ലക്റ്റഡ്, ഈ പറയുന്ന ആംഗിൾസ് ഒക്കെ ഏതൊക്കെയാണ്? I എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അത് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം,
വിച്ച് ഈസ് എ ഗ്യാസ് ഡിസോൾവിംഗ് ഇൻ എ ലിക്വിഡ്? വാതകം ദ്രാവകത്തിൽ ലയിച്ചിരിക്കുന്നത് ഏതാണ്? പിച്ചള, സോഡ, ഗ്ലിസറിൻ, വായു. ഒന്നും ആലോചിക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സോഡയാണ്. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് എ സ്ട്രോങ് ആസിഡ് യൂസ്ഡ് ഇൻ ലബോറട്ടറി? അതായത് താഴെ തന്നിരിക്കുന്നതിൽ ലബോറട്ടറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തി കൂടിയ ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് ഉണ്ട്, അസിറ്റിക് ആസിഡ് ഉണ്ട്, മാലിക് ആസിഡ് ഉണ്ട്, നൈട്രിക് ആസിഡ് ഉണ്ട്. ഏതാണ് നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും വീര്യം കൂടിയത് ഏതാണ്? നൈട്രിക് ആസിഡാണ്. ഇനി അടുത്തതാണ്, ഹൈഡ്രജൻ പൊതുഘടകം ആയിരിക്കുന്നത് ഈ പറയുന്നതിൽ ഏതിലൊക്കെയാണ്? സാൾട്ട്, ബേസ് അതായത് ക്ഷാരം, ആസിഡ്, സോയിലും. എവിടെയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന 4 എണ്ണത്തിൽ ഏതിലാണ് എപ്പോഴും ഹൈഡ്രജൻ, നമുക്ക് അതിൻ്റെ ഏത് വകഭേദം എടുത്താലും നമുക്ക് ഹൈഡ്രജൻ കാണപ്പെടുന്ന ഏതിലാണ്? ആൻസർ ഏതാണെടാ? ഈ പറയുന്ന ആസിഡാണ്. അതായത് ഏത് ആസിഡ് എടുത്താലും ഹൈഡ്രോക്ലോറിക് ആസിഡ്, H2SO4, സൾഫ്യൂരിക് ആസിഡ്, അതുപോലെ തന്നെ ഏത് ആസിഡ് എടുത്താലും എന്താണ്? HCl. ഏത് ആസിഡ് എടുത്താലും എന്താണ്? നമുക്ക് എല്ലാ ആസിഡ്സിലും കോമൺ ആയിട്ട് കാണുന്നത് ഏതാണ്? നമ്മുടെ സ്വന്തം ഹൈഡ്രജൻ ആണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്കിനി വേറെ അടുത്ത ദിവസം കാണാം. അതുവരെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ചാനലിൽ തന്നിട്ടുള്ള USS റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ മക്കൾക്കും എന്താണ്? അടിപൊളിയായിട്ട് USS കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.